ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഭൂട്ടാനിൽ വന്ന് ഇവിടുത്തെ ടൈഗർ നെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നടന്നു കയറണം. അപ്പോൾ നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തതിന് ശേഷം ആ ദൂരെ കാണുന്ന മലയുടെ മുകളിൽ വരെ നമ്മൾ ഇവിടെ നടന്ന് കയറാൻ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നടക്കാം. ഭൂട്ടാൻ കൾച്ചറൽ പ്രോഗ്രാം പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ടൈഗർ നെസ്റ്റിലേക്ക് യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ ടൈഗർ നെസ്റ്റിലോട്ടാണ് ഇവിടുന്ന് യാത്ര തുടങ്ങി. അങ്ങനെ കയറി പോകുന്ന അതിന് 3 കിലോമീറ്റർ നടക്കണം. ഓക്കെ, ടൈഗർ നെസ്റ്റിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ കയറാൻ ഭയങ്കര പ്രയാസം. എങ്കിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഭൂട്ടാനിൽ വരുന്നവർക്ക് ഒരു അഡ്വഞ്ചർ യാത്രയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൂടെ ഈ വീഡിയോ കാണാമെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാം. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഇതുപോലെ ഒരു കാലമാകുമ്പോൾ നമ്മളെ അയക്കുന്നു. ഓക്കെ, നിങ്ങൾ വരാതെ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു നടന്നു വരുന്ന കുതിരയിൽ നടക്കാൻ പാടില്ലാത്തത് കുതിരയിൽ കൂടി നടന്നു പോകുന്ന യാത്രയാണ് നമ്മൾ കാണുന്നത്. തറഞ്ഞ് കറുത്തിട്ടുള്ള അഡ്വഞ്ചറായിട്ട് നടന്നു പോകുന്ന ആൾക്കാരെയാ കാണുന്നത്. തിരിഞ്ഞു പോകാൻ നോക്കുന്നില്ല, തിരിഞ്ഞു നിന്ന് നടക്കാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മൾ പോകുന്നു. എന്റെ ഫ്രണ്ടും എന്റെ ഗൈഡും കൂടെ നല്ല ടിപ്പ് ടോപ്പായിട്ട് നടന്നു പോകുന്നു. അവന്റെ അപ്പൊ ടൈഗർ നെസ്റ്റിലെ കാൽഭാഗം പോലും ഞങ്ങളുടെ കയറിയില്ല. അപ്പോഴത്തേനും ഓരോ ആൾക്കാർ ഇരിപ്പായി എന്റെ ലോറിയുടെ തീക്കുവാ. ഈ പറയുന്നതാണ് ഞാൻ ഇവിടെ ഇരിപ്പായി. അല്ല, ഓരോരുത്തർ കയറി വരാൻ തന്നെ പ്രയാസപ്പെടുന്നു. ഓക്കേ, നല്ലൊരു എന്നെ ഓർക്കാൻ പറ്റുന്ന ഒരു യാത്ര, ഒരിക്കലും മറക്കാൻ പറ്റുന്ന യാത്ര കഴിച്ചു. അപ്പൊ ബൈ ഞങ്ങൾ നടക്കാൻ പോവാ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു കാൽഭാഗം കഴിഞ്ഞിരിക്കുന്നു. അതിസാഹസികമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ഭൂട്ടാനിൽ വരുന്ന എല്ലാവരും ഈ ടൈഗർ നെസ്റ്റിൽ കയറണം. ഞാൻ ഇവരുടെ അഭിപ്രായം ചോദിക്കാം. ക്ഷമാജി വില്ലേജി പറഞ്ഞാലേ. ഒരു കാൽഭാഗം യാത്ര നമ്മൾ ചെയ്തു.
വളരെ കുഴപ്പമില്ലാതെയാണ് ഇതുവരെ എത്തിയത്. ഇനി ബാക്കിയും കൂടെ എത്രയും എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ടൈഗർ നെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കേറുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഇതുവരെ എന്തായാലും എത്തി അടുത്ത നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ടൈഗർ നെസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കേ, ടയർ ഹിൽസിന്റെ പകുതി ഭാഗം ഇരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഒരു കാൽ ഭാഗം കൂടി വന്നാൽ മതി. ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ കയറുന്നുണ്ട്. അപ്പൊ ആർക്ക് ഇവിടെ വരാം എന്ന് നമുക്ക് ഊഹിക്കാം. പറയാൻ പറഞ്ഞു ക്ഷമ ഇല്ലു അവരുടെ പറയാനുള്ളത്. ഞങ്ങളിപ്പോ ഒരു 1/3 ആയി. അപ്പൊ ഇവിടെ ഒരു ക്ലിഫ് പോലെ ഉണ്ട്, ഇവിടെ ഇരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ആവുമ്പോ നമ്മുടെ ഹാഫ് ഡേ തീരും. 1 മണിക്കൂർ കൊണ്ട് കയറി തീർക്കാനാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ടൈഗർ നെറ്റിന്റെ ഒരു 1/4 ഭാഗം എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ പോയിട്ട് അടുത്ത ഭാഗം പിടിക്കാം. ഓക്കെ, ഓക്കെ, ഞങ്ങൾ നടന്നു ക്ഷീണിച്ച് ഞങ്ങളൊരു പാട്ട് കയറാം. ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറയുന്നു, ബ്ലെസ് ചെയ്യുന്നു. ഇനി എന്റെ ഫ്രണ്ട് ഒരു പാട്ട് പാടാമെന്ന് പറയുന്നു. അപ്പൊ ഞങ്ങള് ആ പാട്ട് പാടിക്കൊണ്ടേ ഈ ടൈഗർ നെറ്റിലേക്ക് പോവുകയാണ്. ഒരാള് ചെന്ന് ക്ഷീണിച്ചു. ഓക്കെ, പാടാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവശയായിട്ട് ഇരിക്കാൻ പോവുക. ഈ പൈതങ്ങളൊക്കെ നടന്ന് ക്ഷീണിച്ച് വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ടൈഗർ നെറ്റിലേക്ക് യാത്രയായി. എല്ലാവരും ക്ഷീണിച്ച് തന്നെ അവശന്മാരായി അവശകളായും ഇവിടെ വെയിറ്റ് ചെയ്യുക. പറഞ്ഞു ഇതിനെ പറ്റി എന്റെ അഭിപ്രായമായ എക്സലന്റ് ജേർണി ഇതാണ് നമ്മുടെ ദിലീപ് പറഞ്ഞോ. ഈ നമ്മുടെ ടൈഗർ നെസ്റ്റിനെ പറ്റി ഒരു ചെറിയ വിവരണം കൊടുത്തോ. വളരെ ജീവിതത്തിൽ പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത, നമ്മൾ ഇതുപോലത്തെ ഒരുപാട് മലയാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇത്ര സ്റ്റീപ്പാണെന്ന് തോന്നുന്നില്ല. ഇതെന്റെ ഫ്രണ്ട് ശബരിമല യാത്ര. ഈ എന്റെ ഫ്രണ്ട് ഹസ്ബൻഡാ ഈ വർത്തമാനം പറയുന്നത്. പ്രത്യേകിച്ച് ശബരിമല യാത്ര നിരവധി പ്രാവശ്യം, അതായത് 10-ലധികം പ്രാവശ്യം പോയിട്ടുള്ള ഒരാളെന്നല്ലെങ്കിൽ ഇത്രയും സ്റ്റീപ്പ് അല്ല. അടുത്ത് പറഞ്ഞു പറഞ്ഞു. ദിലീപ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവിടെ ശബരിമലയാണ് നമ്മുടെ ഏറ്റവും വലിയ 5 കിലോമീറ്ററോളം കയറ്റം. പക്ഷെ അതിനേക്കാളും വലിയ ഇത് കയറ്റമാണ്, വളരെ കുത്തനെയുള്ള കയറ്റമാണ്. 3100 മീറ്റർ ഹൈറ്റ് സീ ലെവലിൽ നിന്ന് ഇരിക്കുന്ന ഒരു മൊണാസ്ട്രിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ട് പറഞ്ഞു 1 മിനിറ്റ്. Okay, so we are on the way to Tiger Nest. So we are half of the cafe. So it will take another, let's say, my tourists are little chubby. They couldn't going well, but they are trying their best. അപ്പൊ നമ്മൾ ക്ഷമാജി വന്നു. അടുത്ത് ഹാഫ് വലി തീർന്നു. അങ്ങനെ ഒരു നല്ല അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത യാത്ര തുടങ്ങാൻ പോകാം മുമ്പോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വഴി നമ്മൾ ടൈഗർ നെസ്റ്റ് അങ്ങനെ 1/4 ഭാഗവും നമ്മളിപ്പോ കവർ ചെയ്തിരിക്കുന്നു.
ഇനി അടുത്ത ഒരു കാൽഭാഗം കൂടെ നമ്മൾ ഇപ്പൊ ഒന്ന് കവർ ചെയ്യും. അപ്പൊ നമ്മളിവിടെ ഒരു വെയിറ്റ് ഷെഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് നമുക്ക് ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാവുന്നതാണ്. ഇവിടുന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ വഴിയുടെ ഒരു മുക്കാൽ ഭാഗം വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവര് പറയുന്നു കുതിര സവാരി ഉണ്ട്, അതിൽ കയറണമെന്ന്. അത് പ്രത്യേകം 1000 രൂപ ഫീസാണ്. അപ്പൊ ഞങ്ങള് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുതിര സവാരി കണ്ടു. കുതിരയൊക്കെ നിൽക്കും. അപ്പൊ നമ്മൾ മലയുടെ മുക്കാൽ ഭാഗവും നടന്നു കഴിഞ്ഞു. ഓക്കെ. You want a horse, madam? അങ്ങനെ നമ്മുടെ യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇച്ചിരി ആരോഗ്യം ഉള്ളതൊക്കെ ഒന്ന് ചെയ്യാം. അല്ലാത്തത് ഭയങ്കര പറഞ്ഞോളൂ. ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാലും കുറച്ച് കയറി ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും അങ്ങ് എത്തണം എന്നൊരു ചിന്ത തന്നെയാണ് നമുക്കുള്ളത്. നിങ്ങൾ എത്തിയിരിക്കും. എല്ലാവരും വരുന്നതെല്ലാവരും ഒരു കുപ്പി വെള്ളവും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കരുതിക്കോണം. ഇടയ്ക്കിടയ്ക്ക് വൈൽഡ് അതുപോലെ ഒരു പാട്ടുകളൊക്കെ പാടുകയോ ചെയ്യുകയാണെങ്കിൽ അറിയത്തില്ല കയറ്റം. ദൈവത്തെ വിളിച്ചൊക്കെ വരിക. From the first viewpoint where the steps will be start all the way down to the river. There's a waterfall. From the waterfall, we have to climb them all to the monastery. നല്ല കുത്തനുള്ള കുന്ന്. ഒരു റോപ്പ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. റോപ്പ് ഇതിനെക്കാളും പൊക്കമുണ്ട് മറ്റത്. നമ്മളെ റോപ്പിൽ പോയില്ലേ? അത് തന്നെ. That is what we have come all this way. It is much difficult than what we came all the way. Much difficult because people they give up. വളരെ കുറച്ചാളല്ലേ വരുള്ളൂ. I told you. No, this is merely waste. I will show you how we have. അപ്പോൾ അങ്ങനെ ഞങ്ങള് ടൈഗർ നെറ്റ്സിന്റെ ഒരു മുക്കാലായി എന്ന് പറയാം. എല്ലാവരും ടയേർഡായിട്ട് വെള്ളം കുടിക്കുന്നു, റെസ്റ്റിംഗ് ചെയറിലൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇവിടുന്ന് കാണാം ടൈഗർ നെറ്റ്സ്. ആ കാണുന്നതാണ് ടൈഗർ നെറ്റ്സ്, ടെമ്പിൾ, വാട്ടർഫോൾ എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ വന്ന് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചോദിക്കാം. ക്ഷമ ഇവിടുന്ന് ടൈഗർ നെറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല ബ്യൂട്ടിഫുൾ ഹൈലൈറ്റ് ഓഫ് ദ ഭൂട്ടാൻ ജേർണി. കോൺക്രീറ്റ് സ്റ്റെപ്സ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി ആണ്. ഞങ്ങളിപ്പോ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടയേർഡായിട്ട് ഇപ്പൊ കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോ അടുത്ത ആൾ പറഞ്ഞു നല്ലൊരു പാട്ടുകാരനാണ്, നല്ല കലാകാരനാണ് പയ്യ. അപ്പൊ ഇവിടെ വന്ന് എല്ലാം റെസ്റ്റ് ചെയ്തു. ഇനി മുകളിലോട്ട് കയറാൻ പറ്റുമോന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്യാം എന്നേ ഉള്ളൂ.
അങ്ങനെ ഞങ്ങള് ടൈഗർ നെറ്റ്സിന്റെ ടോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കഫേ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതൊന്ന് കോഫി കുടിക്കാൻ പോവുക. എല്ലാവരും ക്ഷീണിച്ച് പരവശനായി മുകൾ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് കഫേയിൽ വരെ എത്തി. ഇവിടെ റെസ്റ്റ് റൂമുണ്ട്. അപ്പൊ നമ്മള് ഇനി ഇവിടുന്ന് ഒരു സ്വല്പം കൂടെ ഉള്ളൂ. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഇനി ഞങ്ങൾ ടീ ഒക്കെ കുടിച്ചിട്ട് പതുക്കെ ഇവിടുന്ന് അടുത്ത ഇനി 180 മൈലും കൂടെ ഉള്ളൂ യാത്ര. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി ആ ടോപ്പിൽ ഹില്ലിൽ കയറാൻ പ്രയാസമാണ്. അപ്പൊ ഇവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് ബാക്കി ഞങ്ങൾ നോക്കട്ടെ. കട്ടമുളത്തെ അപ്പൊ ഞങ്ങള് ടൈഗർ നെറ്റ്സിന്റെ മുകൾ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങളൊരു കോഫിയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടെ ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ കോഫി കുടിക്കുന്നു പോവുക. അവരുടെ കഫേ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കേ, അപ്പൊ ടൈഗർ നെറ്റ്സിന്റെ ഉയർഭാഗം വരെ ഞങ്ങൾ കയറി. ആ ദൂരത്ത് കാണുന്നതാണ്, ദൂരത്തല്ല ഇവിടെ അടുത്ത് തന്നെ ഈ പാറയുടെ മുകളിൽ കാണുന്നതാണ് ഇവിടുത്തെ ടൈഗർ നെറ്റ്സ് ടെമ്പിൾ. ആ ബിൽഡിംഗ് ആണെന്നല്ല, ഈ ടൈഗർ നെറ്റ്സിന് മുകളിലുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇവിടെ വരെ വന്നാൽ മതി. ഇവിടെ വന്ന് നമുക്ക് ഇവിടുന്ന് റെസ്റ്റ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് ഇവിടെ വെയിറ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അവർക്കും ഇതൊരു അഡ്വഞ്ചർ ടൂർ ആണ്. ടൈഗർ നെസ്റ്റ് എന്നുള്ളത് ഇത് ഓൾഡസ്റ്റ് ഒരു ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി ആണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇവിടെ വന്നവർ ആരും അത് കാണാതെ പോവാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണ് ഭൂട്ടാനിൽ വന്ന ഇവരെല്ലാവരും. ഞങ്ങൾ ലാസ്റ്റ് ഡേ ഈ ഭൂട്ടാനില് ഈ മൊനാസ്ട്രി കൂടെ കണ്ടിട്ട് പോവാൻ പറഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ്. ബിന്ദു ബിന്ദുവിന്റെ അനുഭവം പറഞ്ഞു. ഞാൻ ഒത്തിരി ടയേർഡായി. പക്ഷെ എന്നാലും വീണ്ടും കയറണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ശ്രമിക്കും. പക്ഷെ നമുക്ക് ഒരിടത്തും കാണാത്ത ഒരു പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ സാധിക്കും. ഈ കാണുന്ന ഭാഗങ്ങളാണ് ടൈഗർ നെറ്റ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോഴത്തെ കാഫേ സെന്റർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കോഫി കിട്ടും. അത് നമ്മൾ കുടിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് യാത്രയാകാം. ഈ കഫേയുടെ ഈ ആൾക്കാരെല്ലാം ഫോറിനേഴ്സാണ്. ഇവിടെ വന്ന് ഈ ടൈഗർ നെറ്റ്സിൽ കയറിയതിന് ശേഷം ഇവിടുത്തെ വ്യൂ എല്ലാം ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പറഞ്ഞു അനുഭവം പറഞ്ഞു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ കഫേയുടെ അവിടം വരെ വരാൻ സാധിച്ചുള്ളൂ. കഫേന്ന് നമുക്ക് നോക്കിയാൽ കാണാം കുറച്ചും കൂടെ ഉണ്ട് കയറാൻ. അത് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അത് കയറാൻ പറ്റുമോ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. വെറുതെ ട്രൈ ചെയ്യാൻ നോക്കുന്നില്ല. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ 70% വന്നല്ലോ. അത് തന്നെ വലിയൊരു സക്സസ് ആണ്. ഈ ഒരു ഏജ് 50 ഏജേഴ്സിൽ വരാൻ സാധിച്ചത് പറഞ്ഞ്
വളരെ ഒരു ഭാഗ്യം തന്നെ. ഓക്കെ. ആ കാണുന്നതാണ് ടൈഗർ നെസ്റ്റ്. ഓക്കെ. ഒക്കെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ശകല കിതപ്പു ഒക്കെ ഇവിടെ കയറുമ്പോൾ അനുഭവപ്പെടും. അല്ലാതുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലാതെ ഇവിടെ വരാനും നിന്ന് വരാനും ഒരു കുപ്പി വെള്ളം കയ്യിലുണ്ടെങ്കിൽ അതും വെച്ച് നമുക്ക് നിന്ന് വരാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ടൈഗർ നെറ്റ്സ്. പിന്നെ 3 കിലോമീറ്റർ നമുക്ക് ഇവിടെ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ വല്ലതും കഴിച്ച് എനർജി ഉള്ളതൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളവും സീറ്റ്സും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഈ യാത്ര പൂർത്തിയാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ടൈഗർ നെറ്റ്സിൽ എത്തി. ഇവിടെ വെച്ച് നമ്മൾ ഈ ടൈഗർ നെറ്റ്സ് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.